നമസ്കാരം, ട്രൂവിൻ്റിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ ഭീകരാക്രമണം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ തിരിച്ചടിയും നൽകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിൽ കമാൻഡോകളെ വിന്യസിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. 50-ലധികം ഭീകരർ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചിരിക്കാമെന്നുള്ള ഒരു അനുമാനം തന്നെയാണ് നിലവിലുള്ളത്. ഇവരെയൊക്കെ തന്നെ അമർച്ച ചെയ്യാൻ കൃത്യമായ നീക്കം നടത്തേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ നിന്നും പരിശീലനം കിട്ടിയ ഭീകരരെ നേരിടാൻ 500 പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 50-നും 60-നും ഇടയിൽ ഭീകരർ അതിർത്തി കടന്നെത്തിയിട്ടുണ്ടാകാമെന്നുള്ള നിഗമനം സൈന്യത്തിനുണ്ട്. 3500ഓളം സൈനികരെ അധികമായി ഇപ്പോൾ വിന്യസിച്ചിട്ടുമുണ്ട്. മേഖലയിൽ സുരക്ഷാ സ്ഥിതി വിലയിരുത്താനായി ഉന്നത കരസേനാ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുമുണ്ട്. ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളും വനങ്ങളും ഒക്കെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഏറെ സഹായകരമായി തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു വനാതിർത്തിയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ താവളവും. പ്രാദേശിക സഹായം കൂടി ഇവർക്ക് ലഭിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. ഇതേക്കുറിച്ച് പരിശോധിക്കാൻ ഇന്റലിജൻസ് സംവിധാനവും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 3 വർഷത്തിനിടയിൽ 51 സൈനികർക്കാണ് ജമ്മു കാശ്മീരിൽ ജീവൻ നഷ്ടമായത്. ജൂലൈ 16-ാം തീയതി ദോഡയിലെ വെടിവെപ്പിൽ 4 സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. രാഷ്ട്രീയ റൈഫിൾസ്, റോമിയോ, ഡെൽറ്റ യൂണിറ്റുകൾ, 25 ഇൻഫൻട്രി ഡിവിഷൻ തുടങ്ങിയവയ്ക്ക് പുറമെയാണ് കമാൻഡോകൾ കൂടി ഇപ്പോൾ അതിർത്തി കാക്കാനായി എത്തിച്ചേരുന്നത്.